കലാകായിക വിദ്യാഭ്യാസ രംഗത്തെ തൻ്റെ പ്രവർത്തന മികവിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏരീസ് ഗ്രൂപ്പിൻ്റെ സിഇഒയും ചെയർമാനും അതുപോലെ തന്നെ KCL ഏരീസ് ഗ്രൂപ്പ് കൊല്ലം ഏരീസിൻ്റെ ടീം ഉടമയുമായിട്ടുള്ള സോഹൻ റോയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കലാകായിക രംഗങ്ങളിൽ ഒരേപോലെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളമാണ് ഈ കലാരംഗത്തേക്കുള്ള സാറ് ക്രിക്കറ്റിനോട് അത്രയ്ക്കുള്ള അഭിനിവേശം കാട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടീമിൻ്റെ ഉടമ എന്ന നിലയിലേക്ക് കൂടി എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ടീമിൻ്റെ ഉടമ സ്ഥാനത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ടീമിനെ സെലക്റ്റിലേക്ക് വന്നത് എന്ന് വിശദമാക്കാം. എന്താണ്, ഞങ്ങൾ കുറേ കാലമായിട്ട് തന്നെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം ക്രിക്കറ്റ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഗെയിമാണ് കമ്പനിയിലെ. ഞങ്ങളുടെ HR ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പല ക്യാമ്പസുകളിലെയും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെയാണ് ഞങ്ങൾ കുറേ വർഷമായിട്ട് ഞങ്ങളുടെ ടീം ലീഡേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത്. കാര്യം അവരെ ഇൻഡസ്ട്രിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. കാര്യം അവരറിയാതെ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇൻഡസ്ട്രിയോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അത് കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടി ആ ഒരു ആശയം പുറത്തേക്ക് വിടാൻ വേണ്ടിയാണ് പിന്നീട് ഞങ്ങൾ സിമാഫ്രോയിലൊരു ടീം എടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ KCL ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ടീം എടുത്തു. കഴിഞ്ഞ വർഷം കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു വിജയിച്ചത്. ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ്, അതുകൊണ്ടാണ് കൊല്ലം ടീം തന്നെ എടുത്തത്. ഞങ്ങൾ ശരിക്കും ഇതുവഴി ഉദ്ദേശിക്കുന്നത് നല്ല കളിക്കാരെ വാർത്തെടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് കളിയെ കൊണ്ടെത്തിക്കുക, അവരെ കളി കൂടുതൽ പഠിപ്പിക്കുക. കാര്യം ക്രിക്കറ്റ് വെറുതെ ഇരുന്ന് കണ്ടാൽ പോരാ, അതിൻ്റെ നിയമങ്ങളൊക്കെ അറിഞ്ഞ് അതിൻ്റെ ഗുണങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് ആസ്വദിക്കുക. എല്ലാ ക്യാമ്പസുകളിലും ക്രിക്കറ്റ് ക്ലബ്സ് ഉണ്ടാക്കുക. ക്രിക്കറ്റ് ക്ലബിലൂടെ ഇൻഡസ്ട്രിക്ക് നല്ല മികച്ച ലീഡേഴ്സിനെ വാർത്തെടുക്കുക. ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതിന് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. പുനലൂരിൽ തന്നെയുള്ള പട്ടോടി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തു. ഇപ്പം അവിടെ ഞങ്ങൾ അതിനെ വളർത്തി അതിലൂടെ ഒരുപാട് പ്ലേയേഴ്സിനെ ഞങ്ങൾ കൊണ്ടുവന്നു. അവരിൽ പലരും ഇന്ന് കൊല്ലം ടീമിൽ തന്നെയുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിക്കറ്റ് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ബാധ്യതയല്ല, ഞങ്ങൾക്ക് അത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ മികവ് മറ്റ് സ്ഥാപനങ്ങൾക്കും കിട്ടട്ടെ എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം തന്നെയാണ് ആദ്യ മത്സരം കഴിഞ്ഞു. ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ തവണ എൻ്റെ കൊല്ലം തന്നെ മത്സരത്തിൽ വന്നത് കാലിക്കറ്റുമായിട്ടായിരുന്നു. കാലിക്കറ്റുമായിട്ട് ഒരു അവസാന നിമിഷം ഒരു 2 6 ഒക്കെ പായിച്ചുകൊണ്ടുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളമാണ് അതിനെ ആദ്യത്തെ ആ വിജയത്തെ കാണുന്നത്? നേരത്തെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു? ഇല്ല, ഞങ്ങളുടെ ടീമിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിരിക്കും. കാര്യം 10ാമത്തെ പ്ലെയർ വരെയും നല്ല ബാറ്റ്സ്മാനാണ്. അത് നോക്കി ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അവസാനം അതിൻ്റെ ഗുണം വന്നത് ഈ ആദ്യത്തെ മാച്ചിലാണ്. ലാസ്റ്റ് 10th വിക്കറ്റിലാണ് നമ്മൾ ആ പ്ലേയേഴ്സാണ് ജയിപ്പിച്ച് കളി. ഒരു ബോളും കൂടെ അതെ ആവേശകരമായ എന്തിയായിരുന്നു. കാര്യം 3 ബോളിൽ 12 റണ്ണ് വേണമെന്നുള്ള നിലയിൽ നിന്നാണ് 2 ബോൾ 2 6 അടിച്ചുകൊണ്ട് വിജയിപ്പിച്ചത്. അത് നല്ലൊരു തുടക്കം കുറിക്കാൻ പറ്റും. കാര്യം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ കിരീടം വെച്ചാണ് കളിക്കുന്നത്. മറ്റുള്ളവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ട്. അപ്പം ആദ്യത്തെ കളിയിൽ തന്നെ വിജയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. അത് ഞങ്ങളുടെ പ്ലേയേഴ്സ് ഞങ്ങൾക്ക് നേടിത്തന്നു. അടുത്ത കളിയിലാണെങ്കിലും ഇപ്പം ട്രിവാൻഡ്രം റോയൽസിനോടൊപ്പമുള്ള അടുത്ത കളിയാണെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞു. വിൽസൺ ആണെങ്കിലും ഒപ്പം തന്നെ അഭിഷേകനാണെങ്കിലും ഒക്കെയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ബാറ്റ്സ്മാൻമാർ സെറ്റിൽഡാണ്. അപ്പം ആ കളി പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എത്രത്തോളമാണ് ഇനി വരുന്ന കളികളിലെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? ടീമിനോട് അത് എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഇല്ല, കഴിഞ്ഞ തവണത്തെ 12 കളിയിൽ 10 കളി ഞങ്ങൾ ജയിച്ചതാണ്. അപ്പം 2 പരാജയം വന്നതാണ്. അതുപോലൊരു പരാജയമായിട്ട് ഞങ്ങളിതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ക്രിക്കറ്റിൽ പരാജയം നമ്മളെ പുറകോട്ട് വലിക്കുന്നില്ല. അവിടുന്ന് എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അടുത്ത കളിയിൽ മികച്ച പ്രകടനമായിരിക്കും ഇവർ കാണിക്കുന്നത്. കാര്യം ഇത്തവണത്തെ ടീം കഴിഞ്ഞ തവണത്തിനേക്കാളും ശക്തമായ ടീമിനെ നമ്മൾ നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് വിഷ്ണു വിനോദാണെങ്കിലും അഖില ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ സച്ചിൻ ബേബി നമ്മുടെ ക്യാപ്റ്റനായിട്ട് തന്നെയുണ്ട്. അപ്പം ഇത് 3 വലിയ പില്ലേഴ്സാണ്. അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റ് പ്ലേയേഴ്സും ഉണ്ട്. അതേ സമയത്ത് തന്നെയാണ് മറ്റ് കലാരംഗത്തേക്ക് കൂടിയുള്ള അങ്ങയുടെ ഒരു ഇടപെടലാണ്. കൊച്ചിയിൽ നടന്ന കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൊല്ലത്തും വീണ്ടും അത് വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു നീക്കത്തെ, ആ ഒരു കാഴ്ചപ്പാട്? അല്ല, കലാപ്രവർത്തനം ഞങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ട്. ഗൾഫിൽ തന്നെ യൂത്ത് ഫെസ്റ്റിവൽസ് 2000 തന്നെ ഞങ്ങൾ തുടക്കം കുറിച്ചതാണ്. അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ മെല്ലെ സിനിമയിലേക്ക് വന്നു. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഇൻഡിവുഡ്
തുടങ്ങി. ഇനി സിനിമയ്ക്ക് തൊട്ട് മുമ്പുള്ള ചവിട്ടുപടിയാണ് ശരിക്കും പറഞ്ഞാൽ നാടകം എന്ന് പറയുന്നത്. അതിൽ കലാനിലയത്തിൻ്റെ സ്ഥാനം യുണീക്കാണ്. ഇന്ന് ഇന്ത്യയിൽ കലാനിലയത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരു വേദിയില്ല. അത് പക്ഷേ നമുക്ക് മലയാളിക്ക് അതൊരു അഭിമാനമാക്കി നിലനിർത്തേണ്ടത് മലയാളിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കലാനിലയത്തിനൊരു ബ്രേക്ക് സംഭവിച്ചു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അതിന് പുനർജീവനം കൊടുത്തുകൊണ്ട് തന്നെ അത് നമ്മുടെ അഭിമാനമാക്കി മാറ്റണം. അതൊരു അനുഭവമാണ് ആക്ച്വലി. ഇത് കാര്യം ലോകത്തുള്ള ഒരുപാട് നാടകങ്ങൾ, ബ്രോഡ്വേ ഷോസൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതൊന്നും കലാനിലയത്തിൻ്റെ ഡ്രാമയുമായിട്ട് പിടിച്ചു നിൽക്കില്ല. അപ്പോൾ അത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാ മലയാളിയും ഒരു തവണയെങ്കിലും കലാനിലയത്തിൻ്റെ ഒരു നാടകം കണ്ട് അത് ആസ്വദിക്കുക. അത് കണ്ടു കഴിയുമ്പോഴാണ് ബാഹുബലി 3D കാണുന്നതിനേക്കാളും ഒരു എഫക്റ്റ് നമുക്ക് നാടകത്തിലൂടെ കണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെയാണ്. ഈ കായിക രംഗത്ത് KCL വരെ എത്തിയിരിക്കുന്നു. കലാരംഗത്ത് ഇപ്പോൾ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ പുനർജീവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇനി എന്താണ് പുതിയ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് കലാരംഗത്തും കായിക രംഗത്തും? അല്ല, കലയും കായികവും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എസ്പെഷ്യലി അടുത്ത തലമുറയിലേക്ക് നമ്മളത് പകർന്നു കൊടുക്കണം. ഞങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ കരിയർ ഡിസൈനിലൂടെ എഡ്യൂക്കേഷനെ മാറ്റിമറിക്കുക. ഒരു വിപ്ലവകരമായ മാറ്റമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ മണിക്കൂറും എഡ്യൂക്കേഷനിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതായിരിക്കണം. അപ്പം കലയും കായികവും മനസ്സിനും ശരീരത്തിനും ഉണർവ് വരുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന പ്രവർത്തനത്തിനെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് മാറ്റി അവർക്ക് അതിൽ നിന്ന് കരിയർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്കൂൾ കോളേജ് തലത്തിൽ. എല്ലാവിധ ആശംസകളും. കലാ കായിക വിദ്യാഭ്യാസ മേഖലകളിലാണ് സോഹൻ റോയ് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം വിജയകരമാക്കാൻ കഴിയും അത്രത്തോളം വിജയകരമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.